അവരെല്ലാവരും തെറ്റിച്ചു. അവരെല്ലാവരും ഒരു സ്ഥലത്ത്. നമ്മൾ നോളത്തിരിക്കും, പക്ഷെ ഒന്നിച്ചിരിക്കുന്നില്ല. ഇവിടെ ആരൊക്കെയോ പറഞ്ഞു വരുന്നത് സഭകളിലൊക്കെ യൂണിയനുകളാണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന ആളാ. എങ്ങനെ പ്രസംഗിച്ചാലും അടുത്ത കമ്മീഷൻ വിളിക്കുന്നില്ല. ഇന്ന് സഭകളിൽ യൂണിയനുകളുണ്ട്, യൂണിറ്റി ഇല്ല. ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യം യൂണിയനുകളല്ല, ദൈവസഭയ്ക്ക് ആവശ്യം യൂണിറ്റിയാണ്. പതിവായി കാത്തിരിപ്പ് യോഗത്തിന് വന്ന് ദൈവദാസൻ പറഞ്ഞു, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്നും പറഞ്ഞ ഇപ്പോഴത്തെ വിശ്വാസി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കണമെന്നുണ്ട്, അതുകൊണ്ട് അവർ കുലുങ്ങാതിരിക്കും. അതൊന്നുമല്ല, പാലയ്ക്ക കുഞ്ഞോല് ഇരിപ്പ. സമാന കൂടാരത്തിന് എത്ര പലകയുണ്ടായിരുന്നു? 28 പലക. വീട്ടിൽ പോയി വായിക്കണം. 36:15 ആവർത്തന പുസ്തകം 26:15. ആ പലകയ്ക്കെല്ലാം 1:1 വായിച്ചോ, 24:11 വായിച്ചോ. ഞാൻ കൃത്യസമയത്ത് പേടിക്കില്ല. സമാന കൂടാരത്തിന് 26:15. സോറി, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15-ാം വാക്യം. 26-15 വാക്യം. പുറപ്പാട് പുസ്തകം 26:15. തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നിൽക്കുന്ന പലകകളും ഉണ്ടാക്കേണ്ട. ഉണർവ് വന്നാൽ ഒത്തിരി ബന്ധിച്ച് വായിക്കും. ഉണർവ് പോയാൽ ആരും വായിക്കുന്നില്ല. ഇവനെ നിൽക്കുന്ന എന്റെ മോനെ പറഞ്ഞു കേട്ടോ, പലകൾ ഉണ്ടാക്കണം. പിന്നെന്താ ഇരിക്കുന്നത്? ഓരോന്നിനും 10 മുഴം. അപ്പൊ ഓരോന്നിനും എത്ര മുഴുന്നില്ല? ഇന്നത് കേട്ടോട്ട് പോയാൽ മതി. ഓരോന്നിനും എത്ര മുഴ വീതി? സമാന കൂടാരത്തിന്റെ പലകയ്ക്ക് ഒന്നിനിത്തിരി നീള കൂടുതലുമില്ല, ഒന്നിനിത്തിരി നീള കുറവുമില്ല, ഒന്നിനിത്തിരി കന കൂടുതലുമില്ല, ഒന്നിനിത്തിരി കന കുറവുമില്ല. ദൈവാരാധനയ്ക്ക് ഒരു നീ മനസ്സിലാക്കേണ്ടത്, ആരാധനാലയത്തിൽ നമ്മളെല്ലാവരും തുല്യരാ. വലിയവന് വേണ്ടിയും ഒരേ രക്തമാണ് തമ്പുരാൻ ചിന്തിക്കുക. ഞാൻ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചിലരുടെയൊക്കെ ഇരിപ്പൊക്കെ കാണുമ്പോൾ അവരവിടുത്തെ സന്ധി ഞാണെന്നും പറഞ്ഞായിരിക്കുന്നത്. ഞാൻ അവരെ കുറിച്ച് കണ്ടത് ഇങ്ങനെ, ദൈവം അങ്ങനെ എനിക്കുന്ന കാഴ്ചപ്പാട്. തട്ടുതാങ്ങി പല്ലി. നാട്ടിൽ തട്ടുംപുറത്ത് പല്ലി ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ടോ? അല്ലി പിടിച്ച ഈ പല്ലിയെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടാൽ പുള്ളി അവർ ഇരിക്കുന്നോണ്ടാ തട്ട് താഴോട്ട് വരാത്ത കാര്യമില്ല. എന്താ പല്ലി, നീ അതെ അല്ലി പിടിച്ചിരിക്കുകയോ? നീ പോയെന്നും പറഞ്ഞ് ഒരു പരിപാടിയും പറയത്തില്ല. നീ മറ്റൊരു അതിന്റെ സുവിശേഷവരയ്ക്ക് പണം കൊടുക്കാൻ നിന്റെ കയ്യിൽ തന്നോ? പാടാൻ വന്നോ? പ്രസംഗിക്കാൻ വന്നോ? കർത്തമേശ കൊണ്ട് കൊടുക്കാൻ വന്നോ? അതിന്റെ പേരാണ് കൃപ. കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. ഞാനിവിടെ പണം എന്റെ ഓണിന്റെ പണിന്റെ കാര്യം പറയാൻ വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പം പറയണ്ടാവും. ഞാൻ പല മാരാമൻ കടപ്പുറത്ത് 2 ഭിക്ഷക്കാരൻ തമ്മിൽ പറഞ്ഞ പോലെ ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞു, നീ വലിയ ആളൊന്നും വേണ്ട, നീ ഈയിടെയല്ലയോ രണ്ടാം തുടങ്ങിയത്, ഞങ്ങൾ പണ്ട് മുതലേ രണ്ടാണ്. ഞങ്ങൾക്കൊക്കെ മനസ്സിലായില്ലോ വന്നപ്പോഴേ. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ അപ്പനെ മുടക്കിയ സഭയുടെ മുമ്പിൽ തമ്പുരാൻ എനിക്ക് സ്ഥലം തന്നു. അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രസംഗിക്കും. എൻ്റെ അപ്പനെ നിങ്ങൾ മുടക്കിയപ്പോൾ തമ്പുരാൻ കുറിച്ചു വെച്ചു. അവന്റെ സന്താനത്തിനടുത്തിനെ നിങ്ങളുടെ മുമ്പിൽ നിർത്തി പ്രസംഗിക്കും. ശക്തിയോട് സ്വാതന്ത്ര്യം പറയും.
നത്തിങ് ആകെ ദൈവം തന്നെ സംതിങ് അല്ല, എവരിതിങ് ആക്കി മാറ്റും. ഒന്നും പ്രബലമില്ല. ഒബാമ നിങ്ങളെ ഭക്ഷണത്തിന് വിളിച്ചെങ്കിൽ വലിയ കാര്യമാണ്. ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ്. ഞാൻ ചോദിക്കുന്നു, ആ ഒബാമ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചാലോ? അതാണ് ഏറ്റവും വലിയ പദവി. ദൈവം നിനക്ക് നന്മ തന്നെങ്കിൽ അത് വലിയ കാര്യമാണ്. എന്നാൽ ദൈവം നിന്നിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നെങ്കിൽ അതാണ് അതിനേക്കാളും വലിയ ഭാഗ്യം. നിനക്ക് വീടുകാരൊക്കെ തന്ന നല്ല കാര്യം. എന്നാൽ സുവിശേഷം എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം. കരമുയർത്തി ശക്തിയോടെ ശക്തിയോടെ കരമുയർത്തി ഐക്യതയോടെ സമാനോത്തരപ്പല ഒന്നുകൂടെ ചേർന്ന് നിൽക്കണം. ഐക്യം ദൈവപ്രവൃത്തി വെളിപ്പെടും. ഐക്യമായെന്ന് വരെ ഈ പിശാചിയുടെ കോട്ട കിട്ടി. അല്ല, ഞാനൊരു സഭയിൽ പോയി. സാധാരണ സഭായത്തിൽ എങ്ങനെ നിൽക്കില്ല കേരളത്തിൽ. അന്ന് നിൽക്കേണ്ടി വന്നു. സങ്കീർത്തനം വായിച്ച് ദേവദാസൻ ഇരുന്നു. 51 സങ്കീർത്തനം. പുറകിൽ ഒരാൾ എഴുന്നേറ്റല്ല സാക്ഷ്യത്തിന്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ. ഒന്നും എനിക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പം മുമ്പിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ പാപത്തെ നീ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, പുറകിരിക്കുന്ന അച്ഛൻ്റെ പാവം മുമ്പിരിക്കുന്ന ചോന്റെ പാപം പുറകിരിക്കുന്ന അച്ഛനാണ്. നമുക്ക് പോരാട്ടമുള്ള രക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിന്റെ ദൃഷ്ടാന്തമായ ആവിയാണ് ജീവിതം. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, കഴിയുന്നിടത്തോളം എന്നോട് സമാധാനമായിരിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളെ കൂട്ടായ്മയോട്. ഇങ്ങനെ വേണം. ഞാനിപ്പോ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. അത് ഞാൻ എഴുതി, ഇവിടെ തമ്പുരാന് നമ്മളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇവരെല്ലാം കൂടെ അവിടെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകും? വീട്ടിൽ പറഞ്ഞാൽ അവിടെ തന്നെ നടക്കത്തൊന്നുമില്ല. പണ്ട് ആൾ പറഞ്ഞു, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ കാണും എന്ന് ചോദിച്ചു. ഉപദേശം പറഞ്ഞു, എനിക്കൊരു വിരോധമില്ലെന്ന്. ഉടനെ പാവപ്പെട്ടവൻ ചാടി എന്ന് പറഞ്ഞു, ഉപദേശിക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് വിരോധം. പറഞ്ഞല്ല. അല്ല, ഒരു ദേവദാസൻ പ്രസംഗിച്ചവനെ ചോദിച്ചു, ഭാര്യയുമായി തല്ലുകൂടാത്ത ആരെങ്കിലും എന്ന്. ഒരാൾ എഴുന്നേറ്റു, വഴക്കൂടാത്ത ആരെങ്കിലും എന്ന് ചോദിച്ചത്. അപ്പൊ ദേവദാസൻ കൊച്ചുമേശയാന്ന് തോന്നുന്നു. കുഞ്ഞുമേശ ചോദിച്ചു, എത്ര നാളായടാ കല്യാണം കഴിച്ചിട്ടെന്ന്. അവൻ പറഞ്ഞു, 2 ദിവസം. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഈ അടിയും പിടിയൊന്നും പറഞ്ഞ് അങ്ങോട്ട് കേൾക്കുന്നില്ല. ഇവിടെ വെച്ച് നിരപ്പാക്കിയ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. വിശ്വാസത്തിന്റെ ശക്തിയുടെ സ്വാഭാവമാണ്. നിൽക്കണം, നമ്മുടെ സമയത്ത് ഇരിക്കാൻ പോകാം. അടുത്തത് തമ്മിലിടക്കി നഗരമായി പടുത്തിരിക്കുന്ന അവിടേക്ക് ഗോത്രൻ. നിങ്ങൾക്ക് ദൈവത്തിന് അഭിഷക്തന്മാരോട് ചേർന്ന് കൈകോട് കൈകോർത്ത് പിടിച്ചു കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നു യേശു നിൽക്കണം. അടുത്ത വാക്യം അവിടേക്ക് ഗോത്രങ്ങൾ അവരുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. എന്തിനാ ആരാധനയത്തിൽ വരുന്നത്? എന്തിനാ വരുന്നത്? സ്തോത്രം ചെയ്യുവാൻ, സാക്ഷ്യം പറയാൻ. ഇവിടെ വരുന്ന 2 കാര്യത്തിനാണ്. ഒന്ന് ചൂടാനല്ല, അതൊക്കെ കുടിക്കോ ഇവിടെ ഓടി കൂടാനല്ല. നീ ആരാധനാലയത്തിൽ വരുന്നത് ദൈവത്തിന് സ്തോത്രം സാക്ഷ്യം പറയാനാണ്. സകലഭക്തന്മാരുമായുള്ള വന്നു കേൾപ്പിയോന്റെ പ്രാണ പരിശീലനം. ഇത് ഒരു പ്രവചനമാണ്. 33 ഇതാ ഞാൻ ആരാധന കാണുന്നു, അവിടെ കാളയില്ല, ആടില്ല. ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് പറയുന്ന സ്തോത്രയാഗം കൊണ്ടുവന്നുള്ള ശബ്ദം ഞാൻ കേൾക്കുന്നു. അത് വായിക്കാൻ നേരം 100-ാം സങ്കീർത്തനം 1-ാം വാക്യം 4-ാം വാക്യം വായിച്ചത് പുസ്തകം അടച്ചു. 100-ം സങ്കീർത്തനം 1-ാം വാക്യം 100-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചത്. 100-ാം സങ്കീർത്തനം 1-ാം വാക്യം. സകലഭൂവാസികളുമായുള്ളവരേ ഹോവയ്ക്ക് അർപ്പിടുവീൻ സന്തോഷത്തോടെ, പിന്നെ സംഗീതത്തോടെ അവനെ സംഗീതം. 4-ാം വാക്യം അവന്റെ വാതിലുകളിൽ സൂത്രത്തോടല്ല വരേണ്ടത്. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോട്, അവന്റെ പ്രാകാരങ്ങളിൽ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ പഠിച്ചു വെക്കുമ്പോഴേ നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് വരണം. സ്തോത്രം പറഞ്ഞുകൊണ്ട് വരണം. വിളിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം.